പള്ളിയിൽ വീണ്ടും മത്സരിക്കുമെന്നും വിജയം ആവർത്തിക്കുമെന്നും CR മഹേഷ് MLA. പാർട്ടി വീണ്ടും അവസരം നൽകുമെന്നും ഇത്തവണ കൊല്ലം ജില്ലയിൽ 6-ൽ കൂടുതൽ സീറ്റുകൾ UDF പിടിക്കുമെന്നും CR മഹേഷ് അവകാശപ്പെട്ടു. എതിരാളി ആരായാലും ചെറുതായി കരുതുന്നില്ലെന്നും CR മഹേഷ് പറഞ്ഞു. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. എല്ലായിടങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നു. കൊല്ലത്തെ അപേക്ഷിച്ച് കൊല്ലത്ത് 6 സീറ്റുകൾ ലഭിക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ പുറത്തേക്ക് മാധ്യമങ്ങൾ വഴി വരികയും ചെയ്തു. കൊല്ലത്ത് ഇപ്പോൾ നിലവിൽ 2 സീറ്റുകളിലാണ് കോൺഗ്രസിന് MLA മാരുകൾ. ഒന്ന് കുണ്ട്രയും 2 കരുനാഗപ്പള്ളിയുമാണ്. കരുനാഗപ്പള്ളിയിൽ MLA CR മഹേഷ് ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. കരുനാഗപ്പള്ളിയിൽ അങ്ങ് വളരെ ജനകീയനായ MLA ആയി ജൈത്രയാത്ര തുടരുകയാണ്. എന്താണ് നിലവിലെ ഒരു സാധ്യത? ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? രാഷ്ട്രീയ സാഹചര്യം പൊതുവെ അനുകൂലമാണല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ ഒരു ഗവൺമെന്റ് വിരുദ്ധ വികാരം. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി UDFന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു അല്ലേ? അങ്ങനെ വലിയ അതെ, നഗരസഭ 10 വർഷത്തിന് ശേഷം നഗരസഭ കിട്ടി. ജില്ലാ ഡിവിഷൻ ചരിത്രത്തിലെ ആദ്യമായി 2 ജില്ലാ ഡിവിഷൻ ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഒരു മെമ്പറായിരുന്നു. ഇത്തവണ 10ഓളം മെമ്പർമാർ ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം കിട്ടി. കുലശേഖരപുരം പോലെയുള്ള കടുകട്ടിയായിട്ടുള്ള പഞ്ചായത്തുകളിലെല്ലാം ഭരണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും പ്രകടമാകുന്നത് ഒരു വലിയ ജനങ്ങളുടെ ഒരു എതിര് ഈ സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ്. ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുണ്ട് എന്നുള്ളത്. CRന്റെ കണക്കൂട്ടലിൽ ഇപ്പോൾ 6 സീറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നലെ CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു മുഴുവൻ സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞു. അത് അവരുടെ പ്രതീക്ഷയാണ്. 6 സീറ്റ് എന്നാണ് UDF കണക്കൂട്ടുന്നത്. എങ്ങനെ, എത്ര സീറ്റിന്റെ ഒരു പ്രതീക്ഷയാണ്? മുഴുവൻ സീറ്റുകളിലും ജയിക്കുന്നതെന്ന് പറയുന്നത് ഒരു പിള്ളേർ പറയുന്നതിനുള്ള പറച്ചിലാണ്, കുട്ടികൾ പറയുന്നതിനുള്ള പറച്ചിലാണ്, പഠിച്ചിട്ട് പറയുന്നതല്ല. UDFനെ സംബന്ധിച്ച് 6-ന് മുകളിൽ സീറ്റ് കിട്ടും. കരുനാഗപ്പള്ളിയിൽ അങ്ങ് വലിയ ജനകീയ മുഖമായി നിൽക്കുന്നു. ഒരു വീണ്ടും പാർട്ടി അങ്ങയോട് പറയുകയാണ് കരുനാഗപ്പള്ളിയിൽ മത്സരിക്കാൻ. അങ്ങയാണ് സ്ഥാനാർത്ഥിയെങ്കിലും അത് ഔദ്യോഗിക പ്രഖ്യാപനം വരണം, സ്വയം പ്രഖ്യാപിക്കാൻ കഴിയില്ല. എങ്കിലും പാർട്ടി അങ്ങയോട് ആവശ്യപ്പെടുകയാണ് കരുനാഗപ്പള്ളിയിൽ മത്സരിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങ് തന്നെയായിരിക്കും മത്സരം. അതെ, ഇപ്പം ഞാൻ ആദ്യത്തെ തവണയാണ് MLA ആകുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2-3 തവണയൊക്കെ മത്സരിക്കുമല്ലോ. അപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അങ്ങനെ പരിഗണിച്ചാൽ സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. എതിരാളി ആരായാലും നേരിടാൻ തയ്യാറാണല്ലേ? നമുക്ക് എന്നെ സംബന്ധിച്ച് അന്നന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പോകുന്നത് പോലെയാണ് ഞാൻ എൻ്റെ കട എന്നും തുറന്നിരിക്കുന്ന കടയാണ്. തെരഞ്ഞെടുപ്പിന് മാത്രം തുറക്കുന്ന കടയല്ല. തീർച്ചയായിട്ടും CR മഹേഷ് തന്നെ ആയിരിക്കും കരുനാഗപ്പള്ളിയിൽ മത്സരിക്കുക. അദ്ദേഹം തികഞ്ഞ ജനങ്ങൾക്കൊപ്പം എന്നും ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചാൽ അറിയാം, എന്നും തുറന്നിരിക്കുന്ന കടയാണ് CR മഹേഷിനുള്ളത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.